അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മടവൂര് കോട്ട CH മുസ്തഫ മൗലവി ഒരു വലിയ ചർച്ചയായിട്ട് കേട്ടുകൊണ്ടേയിരിക്കുകയാണ്. മടവൂര് കോട്ടയിൽ ബഹുമാനപ്പെട്ട യഹ്യൽ ബുഖാരി തങ്ങൾ, അഹ്ലുബൈത്തിനെയൊക്കെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. അവരാളുടെ സുന്നികൾ. നമ്മുടെ സമസ്തയുടെ പതാകയിൽ പച്ചക്കുബ്ബ കാണാം, ചിത്രം. എന്നുവെച്ചാൽ സുന്നി എന്ന് പറഞ്ഞാൽ മുഹിബുർ റസൂലാണ്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയത്തെയും ബഹുമാനിക്കുക, ആദരിക്കുക, കുടുംബത്തെ സ്നേഹിക്കുക, അതൊക്കെ നമുക്ക് നിർബന്ധമുള്ള കാര്യമാണ്. പക്ഷേ മുസ്തഫ മൗലവിയുമായി ഒരു അഭിമുഖം നടക്കുന്നു കണ്ടു. മുസ്തഫ മൗലവിയെക്കുറിച്ചിടത്തോളം പുതുവാദക്കാരനാണ്, തനി ചേകന്നൂരിസം. പരിശുദ്ധ ഇസ്ലാമിൽ നാളിതുവരെ കേൾക്കാത്ത ആഖിറുസ്സമാനി ദജ്ജാലൂന കദ്ദാബൂന യഅ്തൂനക്കും മിനൽ അഹാദീസി ബിമാലം തസ്മഉ അന്തും വ ആബാഉക്കും. നിങ്ങളും നിങ്ങളെ പൂർവികരായ ആരും കേൾക്കാത്ത പുതിയ പുതിയ വാദങ്ങളുമായി വന്ന ഒരു മനുഷ്യനാണ് ഈ CH മുസ്തഫ മൗലവി. അദ്ദേഹം പറയുന്ന അബദ്ധജടിലമായ വാദങ്ങൾ, ഒരു നിലക്കൊരു മുസ്ലിമിന് അംഗീകരിക്കാൻ കഴിയാത്ത അബദ്ധങ്ങളാണ് പറയുന്നത്. വൗഹൈനായിലാ ഉമ്മി മൂസ എന്ന് പറഞ്ഞിട്ട് മൂസാ നബിയുടെ ഉമ്മ പെണ്ണായതുകൊണ്ട് എല്ലാവരും മറച്ചു വെച്ചു, അതൊക്കെ പ്രവാചകനായിരുന്നു, റസൂലായിരുന്നു. എന്തൊക്കെയോ അയാൾക്ക് എന്തോ മാനസിക രോഗം ഉണ്ടാവും, അതുകൊണ്ടായിരിക്കും എന്തൊക്കെയോ പറയാണ്. ഹിന്ദു മുസ്ലിമിനെയും മുസ്ലിമിന് ഹിന്ദുവിനെയൊക്കെ കെട്ടണമെന്നൊന്നും ഒരു പ്രശ്നമില്ല, അതൊക്കെ നല്ലതാണെന്നാണ് പറയുന്നത്. എന്തൊക്കെയോ അദ്ദേഹത്തിന് തോന്നുന്ന എന്തൊക്കെയോ പറയാം. പൊരുളാണത്ര, ഒരു പൊരുൾ. എന്ത് പൊരുളാണെന്നറിയില്ല. നമ്മളൊന്നും ഇതുവരെ കേൾക്കാത്ത, നമ്മളിതുവരെ പഠിക്കാത്ത, മനസ്സിലാക്കാൻ കഴിയാത്ത, ഇതുവരെ പഠിച്ച ഇസ്ലാമികപരമായ ദർശനങ്ങളൊന്നും അല്ലാത്ത പുതിയ ഒരു മതം കൊണ്ടുവരുന്ന CH മുസ്തഫ മൗലവി. അദ്ദേഹം പറയുന്നത് സത്യമാണെങ്കിൽ മടവൂര് കോട്ടയിലുള്ള യഹ്യ തങ്ങൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗം വളരെ ഇഷ്ടപ്പെട്ടിരുന്നെന്നും അദ്ദേഹത്തെ വല്ലാതെ സ്നേഹിക്കും, അദ്ദേഹത്തിൻ്റെ പ്രസംഗമൊക്കെ വളരെ ഇഷ്ടപ്പെട്ടിട്ട് അതിലൊക്കെ വലിയ കാമ്പുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അദ്ദേഹത്തെ വലിയ സ്നേഹിച്ച് വിളിച്ചു കൊണ്ടുവന്നതാണ് അത്ര മുസ്തഫ മൗലവിയെ. ആ മുസ്തഫ മൗലവിയെ മൗലവി എന്ന് പറയാൻ പറ്റണില്ല, ഒരു മുസ്തഫ ചേകന്നൂരി എന്ന് പറയാം. അദ്ദേഹത്തെ ഈ തങ്ങൾ വിളിച്ചു കൊണ്ടുവന്നതാണെന്ന് അദ്ദേഹം പറയുമ്പോൾ അത് സത്യമാണെങ്കിൽ എന്താണ് ഈ മടവൂര് കോട്ടയുടെ പ്രത്യേകത? എന്താണത് സംഭവം? എന്താണിത് ഇങ്ങനെ കൊണ്ടുവരുന്നതിൻ്റെ ഉദ്ദേശം? പരിശുദ്ധമായ ദീനിനെയും സുന്നത്ത് ജമാഅത്തിനെയും തകർക്കുന്ന നിലക്ക് ഏതാളായാലും ശരി, അഹ്ലുബൈത്ത് എന്ന ബഹുമാനവും ആദരവും ഒക്കെ നിലനിർത്തിക്കൊണ്ട് പറയുന്നു, ആരായാലും ശരി അത് അംഗീകരിക്കാൻ കഴിയില്ല, അതിനെ എതിർക്കപ്പെടേണ്ടത് തന്നെയാണ്. ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി അവരൊക്കെ വലിയ മഹാന്മാരായിരുന്നു, വലിയ ദർശനമുള്ള ആളുകളായിരുന്നു, വലിയ ആലിമായിരുന്നു. എനിക്കൊക്കെ അവിടുത്തെ കവിളിലും ചുംബനം വെക്കാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന, മുത്താലിമായി ഓതിക്കൊണ്ടിരിക്കുന്ന കാലത്ത് അവിടെ മൂപ്പൻ്റെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഒരുപാട് തവണ പോകാൻ ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. 2 കവളത്തും ഞാൻ ഉമ്മ വെച്ചിട്ടുണ്ട് ഒരുപാട് തവണ. വലിയ മഹാനാണ്, ഒരുപാട് അനുഭവം എനിക്കുണ്ടായിട്ടുണ്ട്. എൻ്റെ കൂടെ പഠിച്ചുകൊണ്ടിരുന്ന എൻ്റെ ശരീക്കിന് വരെ കുറേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവിടുത്തെ നാവിന് വലിയ അസറുണ്ട്, അവിടുത്തെ നാവിന് വലിയ ശക്തിയുണ്ട്. അത് അല്ലാഹു തആല കൊടുക്കുന്നതാണത്. അള്ളാഹുവിലേക്ക് ലയിച്ച് ചേർന്നപ്പോൾ അള്ളാഹു കൊടുക്കുന്നതാണത്. അങ്ങനത്തെ മടവൂർ എന്ന മഹാ ഒലിയിൻ്റെ നാമത്തിലാണ് നടക്കുന്നതെങ്കിൽ മഹാനായ CM വലിയുള്ള ഇഷ്ടപ്പെടാത്ത പലതുമാണ് ഇവിടെ നടക്കുന്ന. ആ പേരിൽ വലിയ സങ്കടമുള്ള കാര്യമാണത്. ഈ മുസ്തഫ മൗലവി അദ്ദേഹം ക്ഷണിച്ചിട്ടാണ് വന്നത്. അദ്ദേഹം കളവ് അറിയണോ സത്യമൊന്നും അറിയില്ല. വിളിച്ചിട്ടാണ് വന്നതെങ്കിൽ യഹ്യൽ ബുഖാരി തങ്ങൾ, യഹ്യ തങ്ങൾ, വടിത്തങ്ങൾ എന്ന് പറയുന്ന തങ്ങൾ പാപ്പ, നിങ്ങളെ ആദർശം എന്താണ്?
നിങ്ങൾ സുന്നത്ത് ജമാഅത്തിൻ്റെ വിശ്വാസ ആദർശത്തെ എതിർക്കാൻ വേണ്ടിയാണോ ഈ മജ്ലിസൊക്കെ വെക്കുന്നത്? സങ്കടമുള്ള കാര്യമാണ്. എന്തൊക്കെ ഇതിൻ്റെ പേരിൽ വിഷമങ്ങളുണ്ടാകും. എൻ്റെ പിന്നിൽ കമൻറ്റുകൾ ഒരുപാട് വരും, ചീത്ത പറയും. പറഞ്ഞതിന് മറുപടി പറയാതെ വ്യക്തിഹത്യ നടത്തലാണ് നിങ്ങളൊക്കെ സ്വഭാവം. ആ കുരുവട്ടൂരും അവരൊക്കെ ഉള്ള സ്വഭാവം അതാണ്, വ്യക്തിഹത്യ നടത്തുക. പറയണത് എന്താണെന്ന് കേൾക്കാതെ പരിശുദ്ധ ദീനിന് നിരക്കാത്തൊരു വിഷയം കാണുമ്പോൾ അത് പറയാണ്ട ഒരു ബാധ്യത നമുക്കില്ലേ? ആ പറഞ്ഞിട്ടെങ്കിലും എനിക്ക് കൂലിയിട്ടുണ്ടേ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയാണ്, എന്താണ് ഈ മടവൂർ കോട്ട, അവിടുത്തെ ആദർശം എന്താണ്? സുന്നത്ത് ജമാഅത്തിൻ്റെ ആദർശം നടത്തുകയും CH മുസ്തഫയെ പോലുള്ള പല ആളുകളെയും ക്ഷണിക്കുകയും പ്രസംഗിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിലെ ഗുട്ടൻസ് എന്താണെന്ന് മനസ്സിലാവണില്ല. 6 മണി സെറ്റ് പാട്ട് പാടിയിട്ടും മ്യൂസിക്കും ഇതൊക്കെ നമ്മളൊക്കെ ചെറുപ്പത്തിലേ കേട്ട് പഠിച്ചെന്താ, ഇതൊക്കെ തെറ്റാണെന്ന്. എന്നിട്ട് അതിൻ്റെ 6 മണി വായിക്കുന്ന ആളായിട്ടും ഇതൊന്നും ഉൾക്കൊള്ളാൻ നമ്മളെക്കൊണ്ട് കഴിയണില്ല. സുന്നത്ത് ജമാഅത്ത് പഠിച്ച് മനസ്സിലാക്കി മഹാന്മാരായ പണ്ഡിതന്മാർ, നമ്മളൊക്കെ ഉസ്താദുമാരാണല്ലോ. ഒരുപാട് കഴിഞ്ഞ കാലത്ത് 1-ാം ക്ലാസ് മുതൽ നമ്മളെ ഇതുവരെ പഠിപ്പിച്ചു വന്ന നമ്മളെ ഉസ്താദുമാർ, അവരൊക്കെ പഠിപ്പിച്ചു തന്നതും പറഞ്ഞു തന്നതുമാണ് ദീന്. അതല്ല ദീന്. ആ ദീനിന് നിരക്കാത്ത പലതും കാണുമ്പോൾ അതിനെതിരെ പ്രതികരിച്ചു പോയാൽ അപ്പോഴേക്ക് വ്യക്തിഹത്യ നടത്തുക, അതാണ് സ്വഭാവം. വലിയ സങ്കടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ മടവൂർ കോട്ടയായാലും ഏത് കോട്ടയായാലും ശരി, പരിശുദ്ധ ദീനിന് നിരക്കാത്തത് ആര് തന്നെ ചെയ്താലും ശക്തമായി അതിനെ എതിർക്കണം. ആ വകത്തിക്കൊന്നും ഒരൊറ്റ സുന്നത്യമായത്തിൻ്റെ പ്രവർത്തകരും പോകരുത്. പച്ചക്കളവ് മാത്രം പറഞ്ഞ് പ്രസംഗിച്ച് സമുദായത്തിൽ ഭിന്നത ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആരായാലും ശരി, അതിലൊന്നും നമ്മൾ ആരും പങ്കെടുക്കരുത്. അതിനൊന്നും നമ്മൾ ഒരു സപ്പോർട്ടും കൊടുക്കരുത്. കാരണം അത് നമുക്ക് കേടാണ്. മൻ വക്കറ സ്വാഹിബ ബിദ്അത്തിൻ, ഒരു ബിദ്അത്തിൻ്റെ അഹ്ലുകാരനെ നമ്മൾ ഏതെങ്കിലും നിലക്കൊരു ചെറിയ ബഹുമാനം നമ്മൾ കൊടുത്താൽ അയാൾ ദീനിനെ പൊളിക്കുന്നവനാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. നമ്മുടെ നേതാവ് റസൂലുള്ളാഹിയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിൻ്റെ അപ്പുറം മറ്റൊന്നുമില്ല. ആ റസൂലുള്ളാഹിൻ്റെ പ്രകാശം അവിടുത്തെ പിൻപറ്റിയതാണ് മടവൂർ CM വലിയുള്ളാഹിയുടെ പ്രത്യേകത. അല്ലാതെ പ്രത്യേകിച്ചൊരു പുതിയതൊന്നും ഉണ്ടായതല്ല. ഇതൊക്കെ മനസ്സിലാക്കാൻ കഴിയാതെ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ് എന്തൊക്കെയോ കാണുന്നു. സാധാരണക്കാരായ ഇൽമില്ലാത്ത ജനങ്ങൾ ഇതിലൊക്കെ പെട്ടുപോയാൽ അതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം തങ്ങൾ പാപ്പ നിങ്ങൾക്കൊക്കെയാണ് കേട്ടോ. സൂക്ഷിക്കണേ.